ഇത് നമ്മളെ ഇവിടെ ചെയ്യണ ഒരു രീതി, ഇപ്പോൾ ചീരക്ക് അടിവളമായിട്ട് കോഴിവളം ആദ്യം സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് ചെയ്യണതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അമ്മച്ചിമാരൊക്കെ ചെയ്യണത് സാധാരണ ചീരത്തൈ നടുക, അത് കഴിഞ്ഞുകൊണ്ട് വളയിടുക എന്നുള്ള ഒരു ശൈലിയാണ്. നമ്മളിപ്പോൾ ഇവിടെ പ്രൊഫഷണലായിട്ട് ചെയ്യണവരെല്ലാം ഇവിടെ സാധാരണ കോഴിവളമാണ് കൂടുതൽ ഉപയോഗിക്കണം. കോഴിവളം ആദ്യം അടിവളമായിട്ടിടുക, അതിൻ്റെ നനച്ച് വെച്ചും മണ്ണ് വെച്ച് അത് കഴിഞ്ഞ് ചീര നടുക എന്നുള്ളതാണ്. ചാണാൻ പൊതുവെ ഇവിടെ ഉപയോഗിക്കണ കുറവാണ്. കാര്യം ചാണാൻ ഇട്ട് കഴിഞ്ഞാൽ പൂ പെട്ടെന്ന് വരുമെന്നാണ് പറയണം. അപ്പോൾ കോഴിവളം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം വരികയല്ല, ചീര പെട്ടെന്ന് ആർത്ത് വരും. ആർത്ത് വരാൻ ഗോമൂത്രം, ഇപ്പോൾ നമ്മളിവിടെ ചെയ്യണത്, നമുക്ക് നാടൻ പശുവുണ്ട്, നാടൻ പശുവിൻ്റെ ഗോമൂത്രം ഡയറക്റ്റ് സ്പ്രേ ചെയ്യും. ഇത് പറയുമ്പോൾ ശ്രദ്ധിച്ച് കർഷകർ ചെയ്യണം. ഡയറക്റ്റ് സ്പ്രേ ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്പ്രേ ചെയ്ത് പോവുകയാണ്, ചവിട്ടി പിടിക്കുകയല്ല. സ്പ്രേ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചീര ഒരു 4 തവണ ചീര സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ചീര 20-22 ദിവസം പറിക്കാം. വേറൊരു ഇതിൻ്റെ അകത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇലപ്പുള്ളി എന്ന് പറയുന്ന ക്ഷീണം വന്നാലും അത് ദോരായിട്ട് മാറും. ഇലപ്പുള്ളി ക്ഷീണം കംപ്ലീറ്റ് പോകും. സാധാരണ ഇലപ്പുള്ളി രോഗം വന്നു കഴിഞ്ഞാൽ ചീര കംപ്ലീറ്റ് പോകും. ഇത് ലക്ഷണം കണ്ടാൽ ഇല്ല, തുടക്കത്തിലേ അടിച്ചു കഴിഞ്ഞാൽ ഇലപ്പുള്ളി വരികയില്ല. വന്ന ചീരയാണേലും ഡയറക്റ്റ് അടിക്കണം, അല്ലാതെ വെള്ളം ചേർത്ത് അടിക്കരുത്. അന്നും പറഞ്ഞ് ഡയറക്റ്റ് എടുത്ത് ചെടി കരിച്ചും കളയരുത്. സ്പ്രേ ചെയ്യുമ്പോൾ പമ്പിൽ സ്പ്രേ ചെയ്ത് ഒറ്റയടിക്ക് സ്പ്രേ ചെയ്ത് ഈ മിസ്റ്റായിട്ട് വീണ് പോകുക. അപ്പോൾ ഇലപ്പുള്ളി ഉണ്ടെങ്കിൽ ക്ഷീണം മാറും. 22ാമത്തെ ദിവസം നമുക്ക് ചീര കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിരിക്കും, ഏറ്റവും കളറുള്ള ചീരയായിരിക്കും ഗോമൂത്ര സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് മാത്രം മതി. ഏറ്റവും എളുപ്പം വരുമാനം ഉണ്ടാക്കാവുന്ന മാർഗ്ഗമാണ്. ഇതിനകത്ത് കർഷകരെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഇലപ്പുള്ളി രോഗമാണ്. അതിന് വരാതിരിക്കാനുള്ള ഏറ്റവും, ഇപ്പോൾ ഈ മറ്റേ പുഷ്ടി കൊടുക്കുന്ന പശുവിൻ്റെ ഗോമൂത്രം എടുക്കരുത്. എടുത്താൽ വെള്ളം ചേർത്തോളണം. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് യൂറിയയുടെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. യൂറിയ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ചെടി ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വാടിപ്പോവും. നമ്മൾ ഉപയോഗിക്കുന്ന പുഷ്ടി കൊടുക്കാത്ത പശുവിൻ്റെ ഗോമൂത്രം ഡയറക്റ്റ് സ്പ്രേ ചെയ്യണം. അപ്പോൾ അത്ര എഫക്റ്റ് ചെയ്യുകയില്ല. ചീര പെട്ടെന്ന് വലുതാകുകയും ചെയ്യും, നല്ല കളറായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. ഇത് അരുൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ്, നാടൻ ഇനമാണ്. ഇത് നല്ല കളറുണ്ട്, നല്ല ടേസ്റ്റുമുള്ള ചീരയാണ്. ഇലകൾ നല്ല വലിപ്പമുള്ള ചീരയാണ്. ഈ കർഷകർക്കാണ് ചകരം പൊട്ടണ ചീരയാണ്, ഒറ്റ ചീരയല്ല, ചകരം ഇഷ്ടം പോലെ ഉണ്ടാകണ ചീരയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനൊക്കും, ഇലകളുടെ വലിപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാനൊക്കും. ഇതിന് ഇപ്പോൾ നമ്മളിങ്ങനെ ഈ മൾച്ച് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു ആദ്യം വിളവെടുക്കാവുന്ന രീതി ചീര 2 ഐറ്റം സാധനമാണ് നടുന്നത്. ഇപ്പോൾ ഇത് നട്ടിരിക്കുന്നത് മുളകും ചീരയാണ്.